ഹായ്, ഡോക്ടർ റോബിൻ ലക്ഷ്മി ഇഷ്യൂ ഇനി അധികം വീഡിയോ ആക്കണ്ട എന്നുള്ളതാണ് എന്റെ തീരുമാനം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിലൂടെ ഡോക്ടർ റോബിനെ നാറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ മൊബൈൽ തുറക്കുമ്പോൾ വരുന്ന വാർത്തകൾ ഇങ്ങനെയായിരിക്കണം. അതായത് ഡോക്ടർ റോബിൻ ഇത്ര രൂപ വെറ്റിച്ചു, ഡോക്ടർ റോബിൻ ഇന്നാൾക്ക് ഇത്ര കൊടുക്കാനുണ്ട്, ഇന്നാളെ തെറി വിളിച്ചു. അതായത് ഒരു തട്ടിപ്പ് വീരനായി ഡോക്ടറെ മാറ്റണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. സോഷ്യൽ മീഡിയ മൊത്തം ഡോക്ടർ റോബിനെ കൊണ്ടെന്നറിയണം, ഡോക്ടർ റോബിൻ കള്ളനാണ്, പറ്റിപ്പാണ് എന്ന് ആക്കി തീർക്കണം. അപ്പോൾ ഒത്തിരി വീഡിയോസ് അവർക്ക് വേണം. എന്തായാലും ബിഗ് ബോസ് വരാൻ പോവുകയാണ്. അഗ്നിപരീക്ഷ 15-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം മുങ്ങിപ്പോവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അതിന് പുറകെ പോകും. ഇന്നലത്തെ അവരുടെ പ്രസ് മീറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം അവരുടെ ലക്ഷ്യം പണമല്ല, ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം. ഭൂരിഭാഗം ചാനലുകളും ഡോക്ടർ റോബിൻ പറയുന്ന ഭാഗം കേൾക്കാൻ തയ്യാറാവാതെ ഇവർ പറയുന്നത് മാത്രം കേട്ട് ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി, മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഡോക്ടർ റോബിൻ കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതാണ് ശരി, ഡോക്ടർ റോബിൻ കള്ളനാണ്. ഡോക്ടർ പറയുന്നുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട്, രേഖകളുണ്ട്, നിങ്ങൾ പരിശോധിക്കൂ, ഞാൻ വരാം. അതൊന്നും ആർക്കും കാണണ്ട, ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള തരത്തിലാണ് പല ചാനലുകളും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റോബിൻ പണം വാങ്ങിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡോക്ടർ റോബിൻ പല ആൾക്കാരോടും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വിഷയം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ പല ആൾക്കാരോടും പണം ചോദിച്ച കാര്യവും എനിക്കറിയാം. ഇവരുടെ പൈസ കൊടുത്തു എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതായത് ഇവർ ഇത്ര ലക്ഷം ഡോക്ടർക്ക് കൊടുത്തു, ഡോക്ടർ അത് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അതിന്റെ രേഖകൾ ഡോക്ടറുടെ കയ്യിലുണ്ട് എന്നും പറയുന്നു. ഇന്നലെ പ്രസ് മീറ്റിൽ ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. രാവിലെ റോബിൻ ഇവിടെ വന്ന് കാവൽ നിൽക്കുകയായിരുന്നു, അയാൾക്ക് നാണമില്ലേ ഇവിടെ വന്ന് നിൽക്കാൻ, ഞങ്ങൾക്ക് അയാളെ കാണണ്ട, സംസാരിക്കണ്ട, അയാൾ എന്തിനാണ് ഇവിടെ വരുന്നത് എന്നൊക്കെയാണ് ലക്ഷ്മി ചോദിക്കുന്നത്. അയാളല്ലാതെ പിന്നെ ആരാണ് അവിടെ വരേണ്ടത്? അയാളെ കുറിച്ചുള്ള വിഷയങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അയാൾ കൊടുക്കാനുള്ള പണങ്ങൾ ഇത്രയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ ഡോക്ടർക്ക് അവകാശമില്ലേ? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? അതായത് നിങ്ങൾക്ക് ഡോക്ടറെ കാണണ്ട, ഇനി അതിനെക്കുറിച്ചുള്ള സംസാരമില്ല, ഞങ്ങൾ നിയമപരമായി പോകും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് എന്തേ പോകുന്നില്ലേ? ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? നിങ്ങൾ നിയമപരമായി പോവാനാണെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങോട്ട് വന്നു? ഡോക്ടർ റോബിൻ ഇവിടേക്ക് വരാൻ തയ്യാറാണല്ലോ, നിങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാണല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ. നിങ്ങൾ എന്തിനു ഭയക്കുന്നു? നിങ്ങൾക്കപ്പോ കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഡോക്ടർ റോബിനെ നാറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരം വീഡിയോസുകൾ ഒരുപാട് വരണം എന്നുള്ളതാണ്. അതായത് ലക്ഷ്മി പറയുന്ന കാര്യം, ഞങ്ങൾക്ക് തിരക്കാണ്, ജോലിയുണ്ട്, അതാണ് ഇതാണ്, ഡോക്ടർ റോബിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞങ്ങൾക്ക് അയാളുടെ കാര്യം നോക്കലല്ല പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ റോബിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് ഫുൾ സംസാരം. സ്റ്റോറീസും അത് തന്നെ. ലക്ഷ്മി കൊടുത്ത പണം തിരിച്ചു കൊടുത്തു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നും ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ഇവരാരോപിക്കുന്ന പല കാര്യങ്ങളും, ഡോക്ടർ റോബിന്റെ ഭാര്യന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര ലക്ഷം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന പ്രാവശ്യം 5 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് തന്നെ പറയുന്നുണ്ട് ഈ പൈസ തിരിച്ചു തന്നു എന്ന്. തന്ന കാര്യം പിന്നെ എന്തിനിടെ പറയുന്നത്? ആ കുട്ടിയെ എന്തിനതിൽ വലിച്ചിരുന്നു? ഇവരുടെ ലക്ഷ്യം വ്യക്തമാണ്, സോഷ്യൽ മീഡിയയിലൂടെ നാറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരുപാട് വീഡിയോസ് ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കണം. പല ആൾക്കാരും കാര്യമറിയാതെയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റോബിൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായും അത് ആളും പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പുള്ളിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണം എല്ലാവരും അറിയാൻ. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ബിഗ് ബോസ് വരുമ്പോൾ ഡോക്ടർ റോബിനെ മുട്ടം പണി കിട്ടാറുണ്ട്. എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അഖിൽമാര സീസൺ 5 വരുന്നതിന് മുൻപ് ഡോക്ടർ റോബിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പുള്ളി ബിഗ് ബോസിൽ കയറി പോകുന്നു. എന്നിട്ട് കപ്പടിച്ച് ഇറങ്ങി വരും. ഇപ്പോ ഈ പറയുന്ന ലക്ഷ്മിയുടെ കൂടെയുള്ള പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ പുള്ളി സീസൺ 8ലേക്ക് പോകും എന്ന് പറയുന്നു. പുള്ളി പോയി കഴിഞ്ഞാൽ എന്താണ് പുള്ളിയുടെ ഉദ്ദേശം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും ഇനിയധികം വീഡിയോസ് ഈ വിഷയത്തെക്കുറിച്ച് എന്റെ ഭാഗത്തു നിന്നും അധികം ഉണ്ടാവില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിഷയങ്ങൾ അധികം ചർച്ച ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.